ഇമ്മ ഈ ഇമ്മ എവിടെ പോയി കിടക്കുക? ഇമ്മ നിങ്ങളെ കയ്യിൽ ഒരു 1000 ഉറുപ്പ്യ ഉണ്ടോ? ഒരു 1000 ഉറുപ്പ്യ കാട്ടിക്കാണി. അല്ല എന്താ ബാക്കുട്ടി എന്റെ കാക്ക, അനക്ക് തീരെ തലക്കൊരു വെളിവില്ലടാ. അത് മുസ്ലിം പുളിയുടെ ഒരു മനസ്സിനോട് ഇങ്ങനെ നേരം പെരുന്നാ 10,000 എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകാന് ഇപ്പാരോടും ഇമ്മാനോടും ഇങ്ങനെ പൈസ ചോദിച്ചടാ. അനക്കിപ്പോ എന്താ എടുക്കണ്ടായിക്കരുത് ഈ പൈസക്ക്? നിങ്ങളിപ്പോ അതൊന്നും അറിയണ്ട, ഞാൻ ചോദിച്ചതിന് എടുത്ത് തരി. അവിടെ നിക്കുന്നാല് പെറ്റ തള്ളയി പോയില്ലേ, ഇല്ലെങ്കിലും ഉണ്ടാക്കി തരണ്ടേ എവിടെന്നെങ്കിലും. നോക്ക്, എന്നാ ഇതന്നെ ഉള്ളു കേട്ടോ. ഇതേ അടുത്ത മാസം മരുന്ന് വാങ്ങാൻ വാപ്പ തന്നത് ഏൽപ്പിച്ചതാണ്. അന്റെ കജിന് കിട്ടുമ്പോ തരുണ്ടിട്ടോ. ആ കിട്ടുമ്പോ തരാ. നിങ്ങൾ കാട്ടിക്കാണിയേ. നിങ്ങളെങ്ങട്ടാ പോണത്? അതിപ്പോ അറിയണേ. ഇമ്മ, നിങ്ങൾ എന്തിനു ചോദിക്കുമ്പോ പൈസ എടുത്ത് കൊടുക്കണത്? ഓരോ വേണ്ടാത്ത ശീലങ്ങൾ ഉണ്ടായി കൊടുക്കണ്ട. എടി എന്താണ് ഈ വേണ്ടാത്ത ശീലങ്ങള്? ഞാൻ എന്റെ ഒറ്റ പൈസ വെച്ചിക്കണോ? ഞാൻ എന്റെ അമ്മനാട്ടിലെ പൈസ വെച്ച് ഓനൊരാണ് മനുഷ്യനല്ലേ ബസീല. ഓന് എന്തേലൊക്കെ ഒരു ആവശ്യം കാണൂലേ? ആണ് മനുഷ്യനാണെങ്കിലേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. അല്ലാതെ എന്നും നേരം പരരുമ്പോ ഉപ്പാനോടും ഉമ്മാനോടും കൈ നീട്ടി വാങ്ങിയിട്ടേ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റല്. ഒന്ന് പോടി, ഒരു സത്യസന്ധത വന്നേക്കിനോടെ. ഇമ്മക്കറിയോ, ഇനി പോക്ക് പോയാലേ കയറി വരുന്നത് 11 മണി 12 മണി. അതിന്റെ മുന്നേ ഇങ്ങോട്ട് ആക്കണ്ട. അനാവശ്യ കൂട്ടുകെട്ടും ഒന്നും പറയില്ല ഞാന്. ഒക്കെ എന്റെ വിദ്യ. കല്യാണത്തിന്റെ മുന്നേ ചെറുക്കൻ പുറത്തിറങ്ങിയതില്ല. പിന്നെ ഇപ്പൊ ഒരു ആണ് മത്സരല്ലേ ഓനെ. കുറച്ചേരൊക്കെ ചങ്ങായിമാരൊക്കെ ഒക്കെ മുണ്ടിയും പറഞ്ഞൊക്കെ ഒന്ന് ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. ഏതായാലും ഞാൻ ഒന്നും പറയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ നമ്മുടെ പ്രശ്നമുള്ളൂ. പോലീസ് മാർഗം വേഗതേ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ബോധിക്കോളൂ.
ചെക്കത് എവിടെ പോയി കിടക്കുക? നേരത്തെ തിന്നും വേണ്ട കുടിച്ചും വേണ്ട. ബാക്കിയുള്ളവർക്കൊരു സമാധാനം വേണ്ട തന്നെ. ഇന്നൊന്ന് ആളെണ്ണം ഫോണുണ്ട്, ഏതെങ്കിലും ഒന്നൊന്ന് വിളിച്ച് പറയാ നേരെ വൈകുകയാണെങ്കിൽ. ഫസീല, ഫസീല, ഇമ്മ എന്തിനാ ബേജാറാണത്? ഇമ്മന്റെ പൈസ കൊടുത്ത് വിട്ടണത് പള്ളേ പൈസ എടുത്ത് ചെലവാക്കി കണ്ട് എന്തെങ്കിലും വാങ്ങി തിന്നോളൂ. ആ ഇമ്മക്ക് ഇതൊരു പുതുമയാവും, എനിക്കിപ്പോ ഇതൊരു പുതുമയൊന്നല്ല. ഇതെന്നും ഇങ്ങനെ തന്നെയാണ്, ഇതൊരു പതിവാ. ഇതൊക്കെ പൈസ എടുത്ത് ശീലാക്കി കൊടുക്കുമ്പോ ശ്രദ്ധിക്കണ്ടേനു. ഈ പറഞ്ഞിട്ട് കാര്യമില്ല. എടേ വാതിൽ തുറന്ന, എടേ വാതിൽ തുറന്ന, വാതിൽ തുറക്കടി. എന്താ ഒരു മണം? നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ചുട്ടു മാറിയത് അവിടുന്ന്. ഞാൻ കുടിച്ചിട്ടുണ്ട്, വലിച്ചിട്ടുണ്ട്. എത്താനക്ക് വേണ്ടേ? ഇജാരാ ചോദിച്ചാന്? ഞാൻ ആരാന്നേ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇമ്മ, ഇമ്മ, ഇങ്ങോട്ട് വന്നാലേ. ഇജ് എവിടക്കടി കുളിച്ച് പോണത്? അന്റെ ഈ ഒച്ച ഈ 4 ചുവരിന്റെ ഉള്ളിൽ ഒതുങ്ങിയാ മതി. എന്റെ നാവ് പൊന്തരുത്തിഞ്ഞ്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇന്നത്തോടെ എല്ലാരും അറിയട്ടെ നിങ്ങളെ താഴെ രൂപം. ഇമ്മ ഇപ്പ എല്ലാരും ഇന്നെല്ലാരെയും വിളിച്ചറിയിച്ചടി ഇപ്പാനിമ്മാന്. പിന്നെ എനക്കേ ഈ റൂമിലൊരു സാധനം ഉണ്ടാവൂല. എടി സ്വന്തം ഒന്ന് പറയണേ, എനക്കൊരു മനസ്സിനോട് ഞാൻ തിരിഞ്ഞു നോക്കല്ല. പിന്നെ എന്തുകൊണ്ട് ജി അഹങ്കരിച്ചിന്? പിന്നൊരു കാര്യം, ഇത് ഞമ്മളല്ലാതെ വേറെ എമ്മ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താവും. നേരെ മറിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൽക്കുക. മനസ്സിലായി? കൈ പറിച്ച മോളെ അടങ്ങി ഒടുങ്ങി കുത്തുന്നോണ്ടി.